സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഇത്ര പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയത് തന്നെ ശ്യാമിൻ്റെ ഒരു ക്ഷണം കാരണമാണ്. കാരണം പോക്കർ മാഷ പോലെയും കെയ്യനെ പോലെയും സന്യം കവിക്കാടിനെ പോലെയും ഒക്കെയുള്ള വലിയ പ്രഗത്ഭരായ പ്രാസംഗികരും എഴുത്തുകാരുമുള്ള ഒരു വേദിയിൽ സംസാരിക്കുക എന്നുള്ളത് എന്നെ പോലെയുള്ള ഒരാൾക്ക് വലിയ അവസരവും അംഗീകാരവുമാണ്. അതും ശ്യാംകുമാറിൻ്റെ ഇന്നത്തെ കാലത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം ഭഗവത്ഗീതയും അയ്യപ്പനും. ഇതിൻ്റെ ഒരു വശത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നേരത്തെ സണ്ണി കവിക്കാട് സൂചിപ്പിച്ചതുപോലെ സംസ്കൃതം ഒരു കാലത്ത് വരേണ്യ ഭാഷയായി കരുതിയിരുന്ന അതിലെന്താണ് എഴുതിയിരുന്നത് എന്ന് നമുക്കാർക്കും പ്രാപ്യമായിരുന്നില്ല. അതിൻ്റെ പൊള്ളത്തരം ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ശ്യാംകുമാറിൻ്റെ എഴുത്തുകളിലൂടെയാണ്. അതുപോലുള്ള നിരവധി കീഴടി, തമിഴ്നാട്ടിലെ കീഴടി ഉത്ഖനനമൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് തമിഴ് ബ്രാഹ്മി ലിപിയൊക്കെ സംസ്കൃതത്തിന് മുമ്പ് ഉള്ളതാണെന്നുള്ള തരത്തിലുള്ള ഉത്ഖനനങ്ങളും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടവയൊക്കെയാണ് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന തരത്തിലാണ് നമ്മുടെ പൊതുബോധം ഉണ്ടായിരുന്നത്. അതിനെ തച്ചുടക്കുന്ന കൃതിയാണ് ഭഗവത്ഗീതയും അയ്യപ്പനും എന്ന ഡോക്ടർ ശ്യാംകുമാറിൻ്റെ ഈ കൃതി. ഞാൻ വിചാരിക്കുന്നത് ഇതെത്രയും, അതായത് ഇന്നത്തെ ഹിന്ദുത്വം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ട ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഹിംസാത്മകതയിലൂന്നിയ അപരവിദ്വേഷമാണ്. മറ്റു മതങ്ങളെല്ലാം വൈദേശികമാണെന്നും ഹീനമാണെന്നുമുള്ള ഒരു ചിന്തയാണ്, ഒരു പ്രചാരണമാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വമായിട്ടുള്ളത്. ഇപ്പോൾ ഇതിഹാസ കാവ്യങ്ങളും പുരാണങ്ങളുമൊക്കെ അതിനെ പ്രചരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്ര പദ്ധതികൾ കൂടിയാണ്. നമുക്കത് നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയിലുണ്ടെന്ന് നമുക്ക് അറിയാം. ഗുജറാത്ത് കലാപവും ബാബറി മസ്ജിദ് ധ്വംസനവും 2024 രാമക്ഷേത്ര ശിലാസ്ഥാപനമല്ല, അതിൻ്റെ രാമമഹാ ഉത്സവം, ആ ഒരു ഉത്സവാഘോഷവുമെല്ലാം ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവുകളായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. ശ്യാം ഈ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ തന്നെ എഴുതുന്നുണ്ട്, അസമത്വത്തെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രതിവിധിയായിട്ട് ശ്യാം നിർദ്ദേശിക്കുന്നതാണെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അസമത്വത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ സാഹോദര്യത്തോടൊപ്പം പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് നാം വേണ്ടത്. ഈ പുസ്തകം തന്നെ ഈ ഒരു സാഹോദര്യത്തിലേക്കുള്ള സത്യാന്വേഷണമാണെന്ന് ശ്യാം ഈ ആമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഹിന്ദുത്വത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകത്തിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഞാൻ ഇത് പുസ്തകം ആരും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം രാമായണ പഠനമാണ്. അതിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതിൽ 19 രാമായണത്തിൽ നിന്നെടുത്ത കഥകളാണ്. അത് മൂലകൃതിയിൽ നിന്ന് കൃത്യമായിട്ട് ഉദ്ധരിച്ചതാണ്. അതായത് ഇവരുടെ കഥകൾ പറഞ്ഞു പോകുന്ന രീതിയല്ല, മറിച്ച് ആധികാരികമായ ഉപാദാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ 19 ചെറു ലേഖനങ്ങളാണ്. ആ ചെറു ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ എനിക്ക് വളരെ രസകരമായിട്ടും കൗതുകകരമായിട്ടും തോന്നിയൊരു കാര്യം, നമ്മൾ എത്രയോ കാലമായിട്ട് രാമായണം വായിക്കാതെ നമ്മുടെ വീട്ടകങ്ങളിലൊക്കെ എത്രയോ കാലമായിട്ട് അതിൻ്റെ ഈ ഒരു ഹിന്ദുത്വ ബോധത്തെ തിരിച്ചറിയാതെ തന്നെ നമ്മൾ എത്രയോ കാലമായിട്ട് ഈ രാമായണമൊക്കെ വായിച്ചു പോന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ അമർചിത്ര കഥകളിലൊക്കെ രാമായണത്തിൻ്റെ കഥകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഹിന്ദുത്വം ഒരു പൊതുബോധമായിട്ട് കുത്തിവയ്ക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥകളെയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്നാൽ ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ചരിത്രവൽക്കരണമാണ്, ഓരോ കഥയിലെയും ഓരോ കഥാഭാഗത്തെയും ചരിത്രവൽക്കരണമാണ് കൃത്യമായിട്ട് ശ്യാം ഈ ഓരോ ലേഖനത്തിലും നടത്തിയിട്ടുള്ളത്. ഞാനതിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല.
ഇതിൽ ഞാൻ അതിലെ ഒന്നാമത്തെ ലേഖനം എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ വായനയുടെ ചരിത്രം എന്നാണ്. നമ്മൾ രാമായണം ഏത് കാലത്താണ് വായിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ശ്യാം ആദ്യം തന്നെ ചോദിക്കുന്നത്. വായിക്കണമെങ്കിൽ അതാരെങ്കിലും എഴുതിയിട്ടുണ്ടാകണമല്ലോ. അതിൽ ശ്യാം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സീതയെ കാട്ടിലയക്കുന്നതിന്, രാമന്റെ കൂടെ കാട്ടിലയക്കുന്നതിന് മടി കാണിക്കുമ്പോൾ സീത തന്നെ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള രാമായണങ്ങളിലൊക്കെ രാമന്റെ കൂടെ നിർബന്ധമായും സീത പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ നിരവധിയായ രാമായണങ്ങൾ ഇതിനു മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ വാൽമീകി രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് തന്നെ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് പാരായണം ചെയ്യേണ്ടതും അത്തരത്തിലുള്ള വിഭാഗങ്ങൾ മാത്രമാണെന്ന് വാൽമീകി എഴുതി വെക്കുന്നുണ്ട്. ഇതിലെ രണ്ടാമത്തെ ലേഖനം ഞാൻ അതുകൂടി പറയാം. അതിലെ ലേഖനം മാനിഷാദ, നമ്മൾ എത്രയോ കാലമായിട്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന വാൽമീകി രാമായണം എഴുതാനുള്ള സാഹചര്യമൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും മാനിഷാദ എന്നുള്ള ആ കഥ എപ്പോഴും പറയും. നിഷാദൻ വളരെ ദുഷ്ടനും ക്രൂരനുമായ, അങ്ങനെയാണ് നമ്മൾ നിഷാദന്മാരെ ചിത്രീകരിക്കുക. വളരെ ക്രൂരനായ നിഷാദൻ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ വേട്ടയാടി ഇട്ടു. അപ്പൊ അത് കണ്ട് വാൽമീകിക്ക് വലിയ ദുഃഖം തോന്നി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദുഃഖം എന്തേ വാൽമീകിക്ക് രാമായണത്തിൽ രാമൻ ശൂർപ്പണഖയെയും താടകയെയും മറ്റ് രാക്ഷസന്മാരെയും കബന്ധനെ പോലുള്ള രാക്ഷസന്മാരെയും കൊന്നൊടുക്കുമ്പോൾ തോന്നിയില്ല? നിഷാദൻ ഇവിടെ ചെയ്ത ഒരു കാര്യം, അദ്ദേഹം വേട്ടയാടിയിട്ടാണ് ജീവിക്കുന്നത്. വാൽമീകി അദ്ദേഹം ഭിക്ഷയാചിച്ച് ജീവിക്കുന്നതിന് തുല്യമായ ഒരു കർമ്മമാണ് നിഷാദനം ചെയ്യുന്നത്. പക്ഷെ നിഷാദം ചെയ്യുമ്പോൾ അത് വലിയ ക്രൂരകൃത്യമായിട്ട് വാൽമീകി ചിത്രീകരിക്കുക. അത് തന്നെയാണ് നമ്മുടെ പൊതുബോധം എപ്പോഴും ആ രീതിയിലാണ്. അതൊരു ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട സവർണൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതിനെ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് എടുക്കുന്നു. പക്ഷെ അതേസമയം ഒരു താഴ്ന്ന അടിമജാതിയിൽപ്പെട്ട ഒരാൾ ചെയ്യുമ്പോൾ അത് വലിയ ക്രൂരകൃത്യം. ഇത് തന്നെയാണ് രാമായണത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ശ്യാം ഈ ഒരൊറ്റ, എനിക്ക് തോന്നുന്നു രാമായണത്തിനെ കുറിച്ച് പറയാൻ ഈ ഒരൊറ്റ ലേഖനം മതി, വേറൊന്നും വേണം. ഇതാണ് ഈ മാനിഷാദ എന്ന ലേഖനമാണ് ശരിക്കും രാമായണത്തിന്റെ കൃത്യമായ ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം കൂടി പറഞ്ഞു വെക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ വേറൊരു പഠനം കൂടിയുള്ളത് ഒരു സീതയുടെ ഗംഗാദേവിയോടുള്ള ഭക്തിയെ കുറിച്ചാണ്. അപ്പൊ സീത വനവാസത്തിന് രാമന്റെ കൂടെ പോകുമ്പോൾ അതിലൊരു സീത ഗംഗാദേവിക്ക് ചില വഴിപാടുകൾ, നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു വഴിപാടുകൾ നേരുന്നുണ്ട്. വനവാസത്തിന് പോയിട്ട് സുരക്ഷിതമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ 1000 മദ്യകുംഭങ്ങൾ കൂടാതെ മാംസാഹാരവും വഴിപാടായിട്ട് നൽകാം എന്ന് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, മാംസാഹാരമാണ് സീത വഴിപാടായിട്ട് ഗംഗയ്ക്ക് നൽകുക. ഗംഗയെ ഒരു ദേവതയായിട്ട് ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു വരേണ്യത ഇന്ന് എവിടെ എത്തി എന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം ഞാനിത് വായിച്ച് വളരെ തമാശയോട് ആലോചിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഒരു കോളേജിൽ പോയപ്പോൾ അവിടുത്തെ എൻ്റെ വലിയ അഭ്യുദയകാംക്ഷയായ ടീച്ചറാണ്. പക്ഷെ ടീച്ചർ എന്നോട് പറഞ്ഞത്, പ്രിയ മീനില്ലാണ്ട് ഭക്ഷണം കഴിക്കില്ലല്ലോ. അത് കാരണം ഞാൻ ഏത് ജാതിയാണെന്ന് അവർക്കറിയാം. അപ്പം അത്തരത്തിലുള്ള ജാതിക്കാരിയായ ഒരാൾ മീനില്ലാതെ ഭക്ഷണം കഴിക്കും എന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് ലജ്ജിച്ചു. അപ്പം ഞാൻ പറയണല്ല, ഞാൻ മീനില്ലാണ്ട് കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത് അവിടെ പ്രവർത്തിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഞാൻ അതിനെ തർക്കിക്കാൻ പോയത്. സത്യത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് അതായത് നമ്മൾ ജാതിയൊക്കെ മറികടന്നു എന്ന് പറയുമ്പോഴും വളരെ സ്വാഭാവികമായിട്ട് നമുക്കിതൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ സീത മാംസാഹാരം വഴിപാടായിട്ട് നേർന്ന ആ ഒരു കാലത്തിനെ ആരാധിച്ചിരുന്ന വിഭാഗം ഇപ്പോഴെങ്ങനെയാണ്, അത് ഞങ്ങൾ വളരെ സസ്യബുക്കുകളാണ് എന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഹിന്ദുത്വം കൊണ്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നിരവധിയായ അതിൽ ശ്രീരാമൻ്റെ ഒരു സ്ത്രീവിരുദ്ധതയെ കുറിച്ച് കൂടി ഇതിൽ പറയാം. അതുകൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇതിൽ ജഡായു രാവണനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട് ജഡായുവിന് നല്ല രീതിയിലുള്ള സംസ്കാരമൊക്കെ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ചെയ്തു കഴിഞ്ഞ് അവർ ബലിയൊക്കെ ബലി കൊടുക്കുന്നത് മാനിനെയാണ്. കാട്ടിൽ പോയിട്ട് മാനിനെ വേട്ടയാടിക്കൊണ്ടുവന്ന്, വലിയ മാനുകളെ വേട്ടയാടിക്കൊണ്ടുവന്ന് അതിനെയാണ് ബലിയായിട്ട്, ജഡായുവിനെ സംസ്കരിക്കാൻ ബലിയായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം
അവർ വീണ്ടും കാടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഗുഹ കാണുന്നു. ആ ഗുഹയിൽ അയോമുഖി എന്നൊരു രാക്ഷസി താമസിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ്, കറുത്ത രാക്ഷസി ആയിരുന്നല്ലോ, അങ്ങനെ കറുത്ത നിറമുള്ള വലിയ ഭീമാകാര രൂപമുള്ള ഒരു അയോമുഖി എന്നൊരു രാക്ഷസി ഉണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെ രാമലക്ഷ്മണനെ കണ്ടപ്പോൾ അവർ പുറത്തേക്ക് വന്നിട്ട് അവർ ചോദിക്കുന്നു, അവർക്ക് ലക്ഷ്മണനെ കണ്ട മാത്രയിൽ തന്നെ വലിയ ഇഷ്ടമായി. അപ്പോൾ അവർ അവരുടെ ഒരു ഇഷ്ടം, അവരുടെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം അവർ ലക്ഷ്മണനോട് തുറന്നു പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ലക്ഷ്മണൻ ചെയ്തത് താടകയോട് ചെയ്തതുപോലെ തന്നെ അവരുടെ മുലകൾ ഛേദിക്കുന്നു, മൂക്ക് ഛേദിക്കുന്നു, ചെവി ഛേദിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് നമ്മൾ മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെ പറയുന്ന രാമനാണ്, രാമലക്ഷ്മണന്മാരാണ്. ഒരു സ്ത്രീ, അവര് അയോമുഖി എന്ന രാക്ഷസി ഒന്നും ചെയ്തിട്ടില്ല അവിടെ. അവർ അവരുടെ ഒരു പ്രണയം ലക്ഷ്മണനെ കണ്ട മാത്രമേ തുറന്നു പറഞ്ഞു എന്നുള്ളൊരു കുറ്റമാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലാണ് ഈ വായനകൾ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരത്തിലുള്ള വായനകൾ ഇതിനു മുന്നുള്ള രാമായണ പഠനങ്ങളിൽ നടന്നിട്ടില്ല. അത് സാധ്യമാക്കിയത് നേരത്തെ സംഗീത കവിക്കാട് സൂചിപ്പിച്ചതുപോലെ ഒരു അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാൾ, അയാൾ സംസ്കൃതം പഠിക്കുന്നു, വരേണ്യ ഭാഷയായ സംസ്കൃതം പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളതാണ് അതാണ് ശ്യാമിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ടും ഞാൻ കരുതുന്നത്. അപ്പം അത്തരത്തിൽ രാമായണ പഠനങ്ങളെ ചരിത്രവൽക്കരിച്ചുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയുമായിട്ട് കൂട്ടിയോജിച്ച് അതിൻ്റെ പൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ശ്യാം ഈ ഒരു 19 ലേഖനങ്ങളിലൂടെ ചെയ്തിട്ടുള്ളത്. ഞാൻ സമയക്കുറവ് കൊണ്ട് അതിൻ്റെ 19 ലേഖനങ്ങളിൽ ഞാൻ പറയുന്നില്ല. ഇതിന്റെ രണ്ടാം ഭാഗം അത് എങ്ങനെയാണ്, ഹിന്ദുത്വം എങ്ങനെയാണ് ഗുരുവിനെ ഏറ്റെടുക്കാനും ഗുരുവിന്റെ ആശയങ്ങളെ തകിടമറിക്കാനും ശ്രമിക്കുന്നത് എന്നതിന്റെ ഗുരുവിനെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും സനാതന ധർമ്മത്തിനെ കുറിച്ചുമാണ് ഈ രണ്ടാമത്തെ ഭാഗം. അതിൽ 12 ലേഖനങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സനാതന ധർമ്മം പാലിക്കുക. എന്താണ് സനാതന ധർമ്മം? അത് ചാതുർവർണ്ണ്യമാണെന്ന് നമുക്കറിയാം. ചാതുർവർണ്ണ്യ ആശ്രമങ്ങൾ പാലിക്കുക എന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വിവക്ഷിക്കുന്നതാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന് സാധാരണ മനുഷ്യരുടെ ധർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെയാണ് ഇവര് സനാതന ധർമ്മത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് കർമ്മഫലം എന്നാണ്. നിങ്ങൾ ഈ ജന്മത്തിൽ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറയും, നിങ്ങൾ മോശം എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നിങ്ങൾ പൂച്ചയൊക്കെ ആവുന്നത്, കുട്ടികളെ പേടിപ്പിക്കാൻ പറയുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള, അതായത് ബ്രാഹ്മണനായിട്ട് ജനിച്ചത് നല്ല കർമ്മങ്ങൾ പണ്ട് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ നികൃഷ്ട ജീവികളായിട്ട് അല്ലെങ്കിൽ അധസ്ഥിതരായിട്ട് ജനിച്ചത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ കർമ്മഫലമാണ് എല്ലാവരുടെയും അടിസ്ഥാനം എന്നൊക്കെയാണ് സനാതന ധർമ്മം പറയുന്നത്. ഇതെന്തിനെന്ന് വെച്ചാൽ അധസ്ഥിത വിഭാഗങ്ങൾ അവരുടെ പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുന്നത് തന്ത്രം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ചർച്ച വന്നത് ശ്രീനാരായണ ഗുരു സനാതനിയാണോ, അദ്ദേഹം ഹിന്ദു സന്യാസിയാണോ? ഗുരുവിനെ ഒരിക്കലും സനാതനവുമായിട്ട് നമുക്ക് കൂട്ടിക്കെട്ടാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുന്നത് 1925 വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധി വൈക്കം സന്ദർശിച്ച സമയത്ത് ഗുരുവിനെ ചെന്ന് വർക്കലയിൽ ആശ്രമത്തിലുണ്ടല്ലോ, വർക്കലയിൽ ആശ്രമത്തിന് മാർച്ച് 12-ന് ചെന്ന് കണ്ട് അവിടുന്ന് അവർ രണ്ടും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഗാന്ധിയെ നമുക്കറിയാം, ഗാന്ധി വില കുറച്ച് പറയുന്നില്ല, ഗാന്ധിയെ നമുക്കറിയാം. സനാതന ധർമ്മങ്ങളിൽ ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്ന ഒരു സനാതന ഹിന്ദു തന്നെയാണ് ഗാന്ധി. അപ്പൊ ഗാന്ധി ഗുരുവിന്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഈ ഹിന്ദു മതത്തിൽ മോക്ഷമാർഗം സാധ്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലും മോക്ഷമാർഗം സാധ്യമാണ്. അപ്പോൾ ഗാന്ധി കുറച്ചുകൂടി ഷൂഡായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഹിന്ദു മതത്തിൽ ഈ മോക്ഷമാർഗം പര്യാപ്തമല്ലേ? അപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, അത് പര്യാപ്തമാണ്, പക്ഷേ ലൗകിക സ്വാതന്ത്ര്യമാണ് എല്ലാ മനുഷ്യരും ഇച്ഛിക്കുന്നത്. അത് തന്നെയാണ് ഗുരു, ശ്രീനാരായണ ഗുരു സനാതന ധർമ്മം അല്ല, സനാതന ധർമ്മത്തെ പൊളിച്ചടക്കുന്ന ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അതിലൊരു ലേഖനം കൂടി പറയാതെ വയ്യാഭാഗത്തുള്ള, അതിൽ സത്യാഗ്രഹത്തിനെ കുറിച്ചുള്ള ഗാന്ധി, അംബേദ്കർ, ഗുരു അവരുടെ വീക്ഷണകോണുകളിലെ വ്യത്യസ്തതകൾ എന്താണെന്ന് പരിശോധിക്കാനാണ് ശമാസ് ഭാഗത്ത് ശ്രമിക്കുന്നത്. അതിൽ ഗാന്ധിയോടുള്ള എല്ലാ വിയോജിപ്പും അംബേദ്കർക്കും ഗുരുവിനുമുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും. അതിൽ ഞാനൊരു ഉദാഹരണം പറയുന്നത്,
ഇന്ത്യയിൽ ഏറ്റവും സത്യാഗ്രഹം എന്നുള്ള ആശയം വ്യാപകമാക്കിയതും പ്രചാരത്തിലാക്കിയതും അതിനെ ജനകീയമാക്കിയതുമൊക്കെ ഗാന്ധിയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഗാന്ധി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയുന്നത് അഹിംസ എന്ന ആശയമാണ്. അതായത് ഞാൻ അഹിംസയിലൂന്നിയ ഒരു സമരം നടത്തുമ്പോൾ എനിക്കെതിരൊരു ഒരു മർദ്ദനം ഉണ്ടാകുമ്പോൾ ഞാൻ അതിനെ പ്രതിരോധിക്കാൻ പാടില്ല, ഒരു തരത്തിലും അഹിംസ പാടില്ല എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത്. അംബേദ്കർ അതിനെ മഹൽ സത്യാഗ്രഹത്തിലൊക്കെ അംബേദ്കർ അതിനെ വിമർശിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ അഹിംസ എന്നല്ല വിളിക്കേണ്ടതെന്ന് അംബേദ്കർ പറയുന്നുണ്ട്. എനിക്കെതിരെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ ഒരു സമരമാർഗം ചെയ്യുമ്പോൾ, അഹിംസയിലൂന്നിയ സമരം ചെയ്യുമ്പോൾ, അവർക്കെതിരെ മർദ്ദനമുറകളൊക്കെ അഴിച്ചുവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അല്ലാത്തത് അത് അഹിംസയല്ല. കാരണം അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഹിംസയും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ മർദ്ദിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെ ഭാഗത്ത് നിന്ന് ഹിംസയുണ്ട്, പിന്നെ എങ്ങനെ അവിടെ അഹിംസ ഉണ്ടാകും എന്ന് അംബേദ്കർ ചോദിക്കുന്നുണ്ട്. ഇതിനെ വളരെ ആക്ഷേപഹാസ്യത്തോടു കൂടി ഗുരുവും അനുകൂലിക്കുന്നുണ്ട്. ഗുരു അതിൻ്റെ അതിനെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ 1925 ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വേളയിൽ ഒരു വർക്കല ആശ്രമത്തിലാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ വന്നിട്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചില വിശദാംശങ്ങൾ പറയുന്നു. അവിടെ സത്യാഗ്രഹികൾ കൂടി നിന്ന് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സവർണർ വന്ന് അവരെ ആക്രമിക്കുന്നു, മർദ്ദിക്കുന്നു. പക്ഷെ ഗാന്ധി പറയുന്നത് അതിനെ പ്രതിരോധിക്കാൻ പാടില്ല എന്നാണ്. കൂടാതെ അവിടെ ഒരു തീണ്ടൽ പലക വെച്ചിട്ടുണ്ട്. ആ തീണ്ടൽ പലക ഒരു കമ്പിവേലി, ആ കമ്പിവേലി മറികടക്കരുത് എന്നും കൂടി ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ഗുരു വളരെ തമാശയായിട്ട് പറഞ്ഞു, എന്നാൽ എനിക്കൊരു വഴി തരൂ എന്നാണ് ഗുരു പറയുന്നത്. എന്നാൽ എനിക്കൊരു വഴി തരൂ. അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നത് എന്തിനാണ്, അല്ല ഈ സത്യാഗ്രഹത്തിന് അനുകൂലിക്കുന്ന ആളാണല്ലോ ഞാൻ, അപ്പോൾ ഇവിടത്തേക്ക് അതിനെ എതിർക്കുന്നവർ വരുമല്ലോ, അപ്പോൾ അടിക്കാനാണോ നയിക്കുന്നത്? ശിഷ്യൻ ചോദിക്കുക. അടിക്കാനൊന്നല്ല, അവർക്ക് ആ വടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ശരിക്കും ഗുരു. ഇതാണ് ഗുരുവും അംബേദ്കറും പറഞ്ഞ സത്യാഗ്രഹം എന്ന് പറഞ്ഞ ആശയം. മറിച്ച് ഒരു മർദ്ദ വിഭാഗത്തെ മുഴുവനായിട്ട് ശിക്ഷിച്ച് അല്ലെങ്കിൽ അവരെ മർദ്ദിച്ച് ഒതുക്കുന്നതല്ല സത്യാഗ്രഹം എന്നുള്ള അഹിംസാ സമരം എന്നാണ് ഈ ഒരു ലേഖനത്തിലൂടെ ശ്യാംകുമാർ പറഞ്ഞു വെക്കുക. എല്ലാം ഗംഭീരമായ ലേഖനങ്ങളാണ്. ഞാൻ ആദ്യം ഒന്ന് മടിച്ചാണ് വായിച്ചത്, പക്ഷെ പിന്നെ വായിച്ചു പോയപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ വായിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇന്ന് ഉച്ചയോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്തു. അത്ര സ്പീഡിൽ നമുക്കത് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ്. സാധാരണക്കാർക്ക് വായിക്കാനും മനസ്സിലാക്കാനും വളരെ കൃത്യമായിട്ട് കഴിയുന്ന ഒരു കൃതിയാണ്. ഞാൻ ഇതിലെ 3-ാം ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3-ാം ഭാഗത്ത് അതിലേറ്റവും 19 ലേഖനങ്ങൾ അടങ്ങിയതാണ് ഈ 3-ാം ഭാഗം. അതിലൊന്നുള്ളത് സ്മൃതി കത്തിച്ച അംബേദ്കറെ ഹിന്ദുത്വം ഭയക്കുന്നു എന്നുള്ളതാണ്. സ്മൃതി കത്തിച്ച അംബേദ്കറെ ഹിന്ദുത്വം ഭയക്കുന്നു. മനുസ്മൃതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ വി.ഡി. സവർക്കർ. അദ്ദേഹത്തിനാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ തൂക്കാനൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഭരണഘടനയിൽ മനുസ്മൃതി ഉൾപ്പെടുത്താത്തതിൽ വളരെ ഖേദിക്കുന്ന ഒരാൾ കൂടിയായിരുന്നുണ്ടോ വി.ഡി. സവർക്കർ. അപ്പോൾ അംബേദ്കർ ഇവരുടെ ഈ ഹിന്ദുത്വവാദികളുടെ ഏറ്റവും ഉത്തമ പുരുഷൻ മര്യാദ രാമൻ എന്ന് പറഞ്ഞ ശ്രീരാമനാണ്. പക്ഷെ അംബേദ്കർ രാമനെ വിശേഷിപ്പിക്കുന്നത് വളരെ ദുർബലനായ മനുഷ്യനായിട്ടാണ്. വളരെ ദുർബലനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സീതാപരിത്യാഗം എന്ന് പറയുന്നത് വലിയ കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പിലാക്കിയ ഒന്നായിട്ടാണ് അംബേദ്കർ ഇതിനെ വിമർശിക്കുന്നത്. അങ്ങനെയുള്ള അംബേദ്കറിനെ ഹിന്ദുത്വവാദികൾ എങ്ങനെ കണക്കാക്കുന്നുള്ളത് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൽ വേറൊരു ലേഖനം, വളരെ രസകരമായിട്ടൊരു ലേഖനമുള്ളത് ഹിന്ദുത്വത്തെക്കുറിച്ചുള്ളതാണ്. അതിൽ പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യമതസ്ഥരെ ഹീനജാതിക്കാരെ കണക്കാക്കുകയും അതിനെ നിരാകരിക്കുകയും പിന്നീട് അതിനെ സ്വാംശീകരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. അതിപ്പോഴും ഇന്ത്യയിലും അതാണ് ശബരിമലയിലൊക്കെ കാണുന്നത്, ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ബുദ്ധനെ നമുക്കറിയാം. ജാതി വ്യവസ്ഥയൊക്കെ കച്ചുടച്ചുകൊണ്ടാണ് ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിൽ രൂപപ്പെട്ടത്. ആ ജൈനമതത്തെയും ബുദ്ധമതത്തെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദുത്വവാദികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കണക്കാക്കും. എങ്ങനെയാണ് അത് എതിർമതങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് അതിനെ സ്വാംശീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ്
ശരിക്കും ബുദ്ധനെ ഇപ്പൊ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ ബുദ്ധമത വിഹാരങ്ങളും ബുദ്ധമത സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ്, ഇപ്പൊ ഒന്നുമില്ല. അതെങ്ങനെ ഹൈന്ദവ ക്ഷേത്രങ്ങളായി എന്നുള്ളത് നമുക്ക് അതിന്റെ വലിയ ചരിത്രമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് ഒരുപാട് 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 ഉദാഹരണങ്ങൾ നമുക്ക് ഇത് കാട്ടിൽ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്ന പിട്ടൻ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവരുടെ ദൈവമായിരുന്നു പിട്ടൻ. ആ പിട്ടനെയാണ് പിൽക്കാലത്ത് വിഷ്ണുവായിട്ട് ഹിന്ദുമതം ഹൈജാക്ക് ചെയ്തത്. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല, ഇത് ഡി കോസാമ്പി എന്നുള്ള വലിയ ചരിത്രകാരൻ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇനി നമ്മൾ അപ്പുറത്തുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിലെ കാവുകളുടെ അവസ്ഥ നോക്കിയാൽ മതി. കാവുകൾ, ഭഗവതി കാവുകളൊക്കെ ഇപ്പോഴെന്തായി മാറി എന്നുള്ളത് നമുക്കറിയാം. വിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് വരുന്നത്. ഞങ്ങളുടെ ഇപ്പം എൻ്റെ നാട് പിലിക്കോടാണ്. പിലിക്കോടിൻ്റെ ഒരു ഭൂമിശാസ്ത്രത്തിൽ നിരവധി ഒരു 5 കിലോമീറ്ററിനകത്ത് തന്നെ നിരവധി പതികളുള്ള പുലയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു പതികളും എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഓരോരോ കാവുകൾ ഉണ്ടായിരുന്നു. ചീർമക്കാവ് പോലുള്ള കാവുകൾ. ഇപ്പോൾ ഒരു കാവും നിലനിൽക്കുന്നില്ല. കാവുകളെല്ലാം ഈ ഒരു ബ്രാഹ്മണാധിപത്യത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ അത് എങ്ങനെയാണ് ഹിന്ദുത്വം ഇതിനെ സ്വാംശീകരിക്കുന്നുള്ളതിന് പ്രത്യക്ഷ തെളിവാണ്. പക്ഷെ നമുക്കിത് വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊന്നും അതങ്ങനെ ആയി, നമ്മുടെ വിശ്വാസങ്ങൾ പണ്ട് ഈ രീതിയിലായിരുന്നില്ല, നമ്മളതിനെ തിരിച്ചു പിടിക്കണം എന്ന രീതിയിലേക്കല്ല നമ്മുടെ സാമൂഹ്യ അവസ്ഥ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ബ്രാഹ്മണാധിപത്യത്തിലേക്ക് പോകുന്നതിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം 2024 അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠയും അതിൻ്റെ മഹാമഹവും നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനോടനുബന്ധിച്ച് ഒരു രാമനെ നമ്മുടെ ഒരു ദേശീയ കുലദൈവമാക്കുന്ന രീതിയിലേക്കുള്ള പ്രചാരണം വരുന്നുണ്ട്. നമ്മൾ രാമനാണ്, വിഷ്ണുവൊന്നും അത്ര വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും രാമനെ ഇത്രമാത്രം ഹിന്ദുത്വവാദികൾ ആഘോഷിക്കുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെ നമ്മുടെ രാമായണമാണ്. രാമായണത്തിൽ എങ്ങോട്ട് നോക്കിയാൽ രാമൻ രാക്ഷസന്മാരെ കൊല്ലുവാണ്. ഈ രാക്ഷസൻ എന്ന് പറയുന്നത് ശരിക്കും ആര്യന്മാരുടെ അധിനിവേശത്തെയാണ് രാമായണ കഥ പറയുന്നത്. ആര്യന്മാർ അനാര്യന്മാരെ കൊന്നൊടുക്കി. അപ്പൊ അനാര്യന്മാർ അങ്ങോട്ട് നടത്തിയ പ്രതിരോധങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളൊക്കെയാണ് രാമായണ കഥ. പക്ഷെ നമ്മൾ ആ രീതിയിലേ അതിനെ വായിക്കുന്നില്ല, അതിന് വെറും ഒരു കഥയായിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രാമൻ നിരവധിയായ കബന്ധനെ പോലുള്ള നിരവധിയായ ബാലിയെ, അവിടെ സത്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം ബാലിവധത്തിൽ, അങ്ങനെ നിരവധിയായ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ബ്രാഹ്മണാധിപത്യം അല്ലെങ്കിൽ ബ്രാഹ്മണാധിപത്യത്തിൽ അധിഷ്ഠിതമായ ജാതി കേന്ദ്രീകൃത അധികാര വ്യവസ്ഥ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ദൈവം എന്ന് പറയുന്നത് രാമനാണ്. അതുകൊണ്ട് തന്നെ രാമൻ മര്യാദ പുരുഷോത്തമനായിട്ട് വാഴ്ത്തപ്പെടുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പം അതിൽ ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് ലേഖനം വായിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് സഹോദരൻ അയ്യപ്പനെ കുറിച്ചുള്ള ഒരു പരാമർശം കൂടി അവിടെ ഉണ്ട്. സഹോദരൻ അയ്യപ്പൻ ശരിക്കും നമ്മൾ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് കൂടുതൽ വായിക്കും എഴുതും വേണമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം സഹോദരൻ അയ്യപ്പൻ 1924 മദൻ മോഹൻലാൽ പണ്ഡിറ്റ് ഇവിടെ കോട്ടയം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ പ്രചരണാർത്ഥമാണ്. അദ്ദേഹം അവിടെ വന്നപ്പോൾ DK മാധവൻ SNDPയുടെ ഒരു യോഗത്തിൽ, കോട്ടയത്ത് നടത്തുന്ന യോഗത്തിലേക്ക് അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അതിൽ പ്രസംഗിക്കുന്ന സമയത്ത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ അദ്ദേഹം എല്ലാവരോടും രാമനാമം ജപിക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചോക്കെ, രാമനാമം ജപിക്കാൻ ഒരു സദസ്സിനോട് ആവശ്യപ്പെടുവാണ്. അപ്പൊ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിനെ പോലെ ഉൽപ്പതിഷ്ണുവായ ഒരാളെ കേരളം ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, രാമനാമം ജപിക്കില്ല, ഞങ്ങൾ രാവണനാമം ജപിക്കാം. ഇപ്പോഴാരെങ്കിലും അങ്ങനെ പറയുമോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മദൻ മോഹൻ മാളവ്യ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട്, മദൻ മോഹൻ മാളവ്യ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത നേതാവാണ്. ഉത്തർപ്രദേശിലെ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചിട്ട് അതിന്റെ പ്രചരണാർത്ഥം ഇവിടെ വന്ന നേതാവാണ്. ആ നേതാവിനോടാണ് ഒരു സദസ്സിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ ഇത്തരത്തിൽ പറയുന്നത്. ഇതാണ് സഹോദരൻ അയ്യപ്പൻ. അത്തരത്തിൽ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച ആശയങ്ങളൊന്നും കേരളീയ സമൂഹത്തിൽ അത്ര വേരുറച്ചിട്ടില്ല എന്നാണ് നമ്മളുടെ ജാതി ചിന്തയൊക്കെ ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സമയമുണ്ട്. ഇവിടെ പറഞ്ഞു
പ്രധാനപ്പെട്ടത് പറയാം. അപ്പോൾ ഇതില് ശ്യാംകുമാറിന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ലേഖനം ഉള്ളത് ഭഗവത്ഗീതയും അയ്യപ്പനും തമ്മിലെന്നും. ഇതിനെക്കുറിച്ച് നമ്മുടെ ഷിബി ടീച്ചറുടെ പുസ്തകമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ അയ്യപ്പനെ ഹിന്ദുത്വവുമായിട്ട് ഒരു ഹൈന്ദവ ക്ഷേത്രമായിട്ട് ചിത്രീകരിക്കാനുള്ള ബോധപൂർവ്വം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സംശീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിലെ പുരാണ ഇതിഹാസ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്യാംകുമാർ അത് സമർത്ഥിക്കുന്നത് അവിടുത്തെ മന്ത്രങ്ങളായാലും ആചാരാനുഷ്ഠാനങ്ങളായാലും ഒന്നും തന്നെ ഈ ഒരു ഹിന്ദുത്വവുമായിട്ട് ഹൈന്ദവതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അത്തരത്തിൽ അതൊരു അവർണ്ണ ജനതയുടെ ആരാധനാ കേന്ദ്രമായിരുന്നു. ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കേന്ദ്രമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം അവിടുത്തെ ആരാധനകൾ നോക്കിയാൽ തന്നെ ശരണമയ്യപ്പ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെയും ബുദ്ധമതവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. അത് ഹിന്ദുമതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ്. പിന്നെ അവിടുത്തെ ആരാധന നടത്തിയിരുന്നത് അവിടുത്തെ മലയാള സമുദായമാണ്. അതിൻ്റെ സണ്ണിയ കവികാടിൻ്റെ നിരവധിയായ ലേഖനങ്ങളൊക്കെ പ്രസംഗങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അവിടുത്തെ പുലയ വിഭാഗത്തിൻ്റെയും ഈഴവരുടെയൊക്കെ ആരാധന പണ്ടുകാലത്ത് അവിടുത്തെ ആരാധന കേന്ദ്രമായിരുന്നു. അതിനെയാണ് ബുദ്ധമത കേന്ദ്രങ്ങളൊക്കെ പൊളിച്ചടക്കി ഹിന്ദുമത ക്ഷേത്രങ്ങളാക്കിയതുപോലെ തന്നെയാണ് ഇതിനെയും അത്തരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത് ഹിന്ദുത്വം എന്നത് വളരെ സ്വാഭാവികതയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിനെ പ്രതിരോധം തീർക്കാനും ശ്യാംകുമാറിന്റെ ഈ പുസ്തകം സഹായിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അംബേദ്കർ 1949 പറയുന്നുണ്ട്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുകയാണെങ്കിൽ അതായിരിക്കും ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് 1949 തന്നെ അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് സത്യമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ആധികാരികമായിട്ടുള്ള പുസ്തകം ഭഗവത്ഗീതയും അയ്യപ്പനും എന്ന ശ്യാംകുമാറിന്റെ പുസ്തകം തന്നെയാണ്. അത് കൂടുതലായിട്ട് വായിക്കപ്പെടട്ടെ. ഇനിയും ശ്യാമിന്റെ ഭാഗത്തു നിന്ന് നിരവധിയായ പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മലയാളത്തിലെ പ്രിയ കഥാകാരൻ